നമുക്ക് ടെക്സ്റ്റ് അനിമേഷൻ സ്റ്റാർട്ട് ചെയ്യാമേ. ന്യൂ കോമ്പോസിഷൻ എടുക്കുന്നു. ഞാൻ ഈ കോമ്പോസിഷൻ്റെ അകത്ത് ടെക്സ്റ്റ് വിഗിൾ ടെക്സ്റ്റ് നടിക്കുക. ടെക്സ്റ്റ് വിഗിൾ എഫക്റ്റ് ഒന്ന് അടിച്ചാൽ ഞാൻ ഓക്കെ കൊടുത്തു. ബ്ലാക്ക് കളറാണ് ടെക്സ്റ്റ്. നമുക്ക് ഹോറിസോണ്ടൽ ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫില്ലിൻ്റെ കളറ് വൈറ്റ്. ഇവിടെ സ്ട്രോക്ക് ഉണ്ട്. സ്ട്രോക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് കൊടുക്കാം. ഞാൻ അതിൻ്റെ അകത്ത് ടാബ് അടിച്ചിട്ട് WIGGLE വിഗിൾ എന്ന് കൊടുത്തേ. വിഗിൾ എന്ന് കൊടുത്തിട്ട് കൺട്രോൾ ഓൾട്ട് ഹോം അടിക്കുന്നു. എസ് അടിക്കുക. ഇതിനെ വലുതാക്കുക. ഓക്കെ, ഇതാണ് വിഗിൾ. നമ്മളിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ നമുക്ക് ഏതാണ് വേണ്ടത് ചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചരിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ അലൈൻമെൻറ്റും ഫോണ്ട്സും കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫോണ്ട് എടുക്കാം. എന്നിട്ട് റെഗുലർ വേണോ, ചിലതിന് നമുക്ക് ഓപ്ഷൻ മാറ്റുമ്പോൾ ബോൾഡും കൂടെ കിട്ടും. ചിലതിന് ഓപ്ഷൻ മാറ്റുമ്പോൾ ബോൾഡ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എനിക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതിന് വിഗിൾ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റിന് ഞാനൊന്ന് മാറ്റിക്കോട്ടെ, കുറച്ചും കൂടെ നല്ല. ഓക്കെ, ഇതെനിക്ക് ഓക്കെ ആണേ. ഓക്കെ, ഇനി ഞാൻ ഈ വിഗിളിനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് സെലക്ട് ചെയ്യുക. അപ്പം ഇതിനെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഒറിജിനൽ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇത് ഒറിജിനൽ. ഓക്കെ, എന്നിട്ട് ഞാൻ നമ്മുടെ സാധാരണ പെൻ ടൂൾ ഉപയോഗിക്കുമല്ലോ. പെൻ ടൂളിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? പെൻ ടൂൾ, ആഡ് വെർട്ടെക്സ് ടൂൾ, ഡിലീറ്റ് വെർട്ടെക്സ് ടൂൾ, കൺവേർട്ട് വെർട്ടെക്സ് ടൂൾ, മാസ്ക് ഫെദർ ടൂൾ. പെൻ ടൂൾ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യണം. ഷേപ്പ് ലെയർ ആയി പോകരുത്. ഏതാണ്? ഈ ഒറിജിനലിൽ അകത്ത് ക്ലിക്ക് ചെയ്യുക. മനസ്സിലായോ? പുറത്ത് ക്ലിക്ക് ചെയ്യരുത്. 1 2 3 4 5. ഓക്കെ, അപ്പം ഇതങ്ങ് കട്ടായി. അപ്പം നമുക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇതാണ് സംഭവിച്ചത്. മാസ്കാണ് ആയത്. ഇപ്പം നണ്ണാക്കി കഴിഞ്ഞാൽ മൊത്തം കാണാൻ പറ്റും. പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് അത് ആഡിലാണ് എപ്പോഴും നമ്മുടെ ആഫ്റ്റർ എഫക്ട്സിൽ കിടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാം. Ctrl D. ഓക്കെ, താഴോട്ട് ഡ്രാഗ് ചെയ്തിടുക. ഇതിനെ ഞാൻ പറയാം കോപ്പിക്കകത്തും നമുക്ക് മാസ്കാണ് വർക്ക് ചെയ്യണം. അടിച്ചാൽ നമുക്ക് മാസ്ക് കിട്ടും. അതിനെ ഒന്നുകിൽ ഇൻവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഒന്ന് ഇൻവേർട്ട് അല്ലെങ്കിൽ സബ്ട്രാക്ട്, രണ്ടും സെയിം ആണ്. ഇൻവേർട്ടും സബ്ട്രാക്റ്റും സെയിം ആണ്. ഇനി ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കിതിനെ മൂവ് ചെയ്യാം. കണ്ടോ? മൂവ് ചെയ്തിട്ട് നമുക്ക് സ്വല്പം ഇങ്ങോട്ട് വയ്ക്കാം. അപ്പോൾ ആ ഒരു പീസ് ബ്രേക്ക് ആയ ഒരു ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി മാസ്കിന് ഇവിടെ ഒരു പ്രസക്തിയും ഇല്ല. മാസ്കിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ എക്സ്പ്രഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സ്കെയിൽ ഇടാം. S ഫോർ സ്കെയിൽ. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, എസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, എസ്സിൽ ക്ലിക്ക് ചെയ്യുക. WIGGLE വിഗിൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ബ്രാക്കറ്റ് അതിൻ്റെ അകത്ത് അവൈലബിൾ ആയിരിക്കും. നമുക്ക് 10x20 കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ? വിഗിൾ ആവുന്നുണ്ടല്ലോ. സ്കെയിൽ മാത്രം പോരാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പൊസിഷനും ഇത് തന്നെ കോപ്പി ചെയ്യാം. Ctrl C ഇവിടെ സെലക്ട് ചെയ്യുന്നു. P ഫോർ പൊസിഷൻ. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ അങ്ങ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ രണ്ടെണ്ണത്തിന് വിഗിളായി. പൊസിഷനും ഇതായി. കണ്ടോ? ഇപ്പോൾ ആ ഒരു വിഗിൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അതേപോലെ സെയിം സംഭവം വിഗിൾ നമ്മൾ കോപ്പി ചെയ്ത് വയ്ക്കുക കേട്ടോ. വിഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് 10x20. ഞാൻ Ctrl C അടിച്ചു. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് പൊസിഷൻ, സ്കെയിൽ, റൊട്ടേഷൻ കൊടുക്കാം. റൊട്ടേഷൻ ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. Ctrl V. ഓക്കെ, ഇനി നോക്കിക്കഴിഞ്ഞാൽ താഴത്തതിൻ്റെ അകത്തൊരു ചെറിയ റൊട്ടേഷൻ കൂടെ വരും. റൊട്ടേഷൻ കുറച്ച് കൂടുതലായിപ്പോയി. സോ നമുക്ക് 10x20 വേണ്ട, നമുക്ക് 5x20 ആയി കൊടുക്കാം. എന്നാലും കുറച്ച് കൂടുതലായിരിക്കും. കണ്ടോ? പതുക്കെ എങ്ങനെ പോകും. 5x10 ആക്കാം കേട്ടോ. 10 ആക്കുന്നതാണ് നല്ലത്. 10 ആക്കുക. ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊസിഷനും കൂടെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ P അടിക്കുക. ഓൾട്ട് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. Ctrl V. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പൊസിഷനും ഇതും കൂടെ വർക്ക് ചെയ്യും. ഓക്കെ, പക്ഷേ ഇത് കാണാൻ നമുക്കൊരു ഫീൽ വരത്തില്ല അല്ലേ? വെറുതെ ഇങ്ങനെ ഇടുന്ന അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു ഫീൽ വരില്ല. അതിന് പകരം ഇത് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ചെയ്യണം. Ctrl G ആണ് ഫോട്ടോഷോപ്പിൽ ഗ്രൂപ്പ്. മറിച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രീ കമ്പോസ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇതിനെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കും. GROUP ഗ്രൂപ്പ്. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുക്കുക. വേറെ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സ്കെയിൽ ആഡ് ചെയ്യുക. കണ്ടോ? സ്കെയിൽ ഒരു കീ സ്കെയിലിന് ഇട്ടു, രണ്ടാമതും കീ ഇട്ടു. സ്കെയിലിൻ്റെ വാല്യൂ ഇത് നമുക്ക് സ്വല്പം ഇങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇതിനെ നമുക്ക് മാക്സിമം ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടാം.
കണ്ടോ? അതായത് ക്യാമറയിൽ നിന്ന് ഔട്ട് പോട്ടെ, എന്നിട്ട് ഇവിടെ ഔട്ടിൽ നിന്ന് വളരെ പതുക്കെ വരട്ടെ, അത് കഴിഞ്ഞിട്ട് സ്പീഡായിട്ട് പോവാം. അപ്പോൾ നമുക്ക് പതുക്കെ വരട്ടെ എന്ന് വെച്ചാൽ മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ വരട്ടെ, ഒന്ന് കണ്ട് തുടങ്ങിയതിന് ശേഷം സ്പീഡായിട്ട് പോവാം. അപ്പോൾ ഞാൻ ഇതിനെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റിയിടുന്നു. അപ്പോൾ ഇനി നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ അത് പതുക്കെ വരികയാണ്. എന്താണ് സംഭവം നമുക്ക് അറിയാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഡ്രാഗായി വന്നിട്ട് അവിടെ നിന്ന് അത് സ്പീഡിൽ അങ്ങ് കയറി പോകും. അപ്പോൾ ഞാൻ അത്രയും സ്പീഡ് കൊടുത്തിട്ടില്ല, കുറച്ചും കൂടെ സ്പീഡ് നമുക്ക് കൊടുക്കാം. മീൻസ് അത് നമുക്ക് ഇവിടെ ആക്കി കൊടുക്കാം, അതിനല്ല ഇവിടെ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉള്ളത് കണ്ടോ, അങ്ങോട്ട് പോകണമെങ്കിൽ അങ്ങോട്ട് അതിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോവുക. ഇവിടെ നിർത്തിയിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് അതിനെ കൊണ്ടുപോവുക. അതാ കണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നു, അവിടെ നിന്ന് കണ്ടോ. അപ്പോൾ ആ ടൈമിങ് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വേണം റൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ റൊട്ടേഷൻ, പിന്നെ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്കെയിൽ ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും കൊണ്ടുവരാം. അതിങ്ങനെ വന്നിട്ട് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ 3 കട്ട് ചെയ്യാം. ഞാൻ 2 കട്ട് ചെയ്തതേ ഉള്ളൂ. ഇത് 3 4 ക്യാരക്ടറിൽ കട്ട് ചെയ്യാം. ഫോട്ടോഷോപ്പിൽ ഒരു ക്യാരക്ടറിനെ എടുത്ത് കട്ട് ചെയ്തിട്ട് അത് വിഗിൾ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് ചെയ്യാം. എന്ത് ഒബ്ജക്റ്റിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ വിഗിൾ എന്ന് പറഞ്ഞ സംഭവം നമുക്ക്